വല്ലാതങ്ങ് ഉറങ്ങിപ്പോയി. സമയം ഒരുപാടായോ അമ്മേ? ഇല്ലടി, നേരം വെളുത്തു വരുന്നേ ഉള്ളൂ. സൂര്യൻ ഉച്ചയിലെത്തി. ഗിരീഷിന്റെ വീട്ടിലും ഇത് തന്നെയാണോ പതിവ്? ഏയ്, അവിടെ ഞാൻ 4 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് ജോലി തുടങ്ങും. ഓ, എല്ലാ പെൺമക്കളും അവരുടെ വീട്ടിൽ വന്ന ഇങ്ങനെയല്ലേ അമ്മേ? അതെ അതെ. അമ്മേ, എനിക്കൊരു ചായ, അല്ലെങ്കിൽ വേണ്ട ഒരു കോഫി ഇട്ടുതരോ? ചായ എടുത്തതിരിപ്പുണ്ട്. കോഫി വേണമെങ്കിൽ നീ തന്നെ ഇട്ടു കുടിച്ചോ. അമ്മേ, എനിക്കെന്തോ ആകെ ഒരു ക്ഷീണം പോലെ. ഇന്നലെ ഒരു പൊടി ഉറങ്ങിയിട്ടില്ല. നന്ദന്റെ അസുഖവും അവന്റെ ഒരു മാറ്റവും ഒക്കെ ചിന്തിച്ച് അങ്ങനെ കിടക്കുമായിരുന്നു. അമ്മ, എനിക്ക് തോന്നുന്നതേ അവർക്കിടയിൽ എന്തോ പ്രശ്നമുണ്ടെന്നാ. എന്ത്? അല്ല, ദേവികയും നന്ദനും തമ്മിൽ എന്തോ അഭിപ്രായ വ്യത്യാസമുണ്ട്. മുൻപ് ഇടയ്ക്ക് അങ്ങനെ ഉണ്ടായിരുന്നല്ലോ. അങ്ങനൊന്നും ഇല്ല, നീ വെറുതെ ഇരിക്കെ. അമ്മ ഒരു കാര്യം ചെയ്, അവളൊന്ന് വിളിക്ക്, എന്നിട്ട് തന്ത്രപരമായി ചോദിക്ക്. അപ്പ അറിയാൻ കാര്യങ്ങള്. അവര് നല്ല സന്തോഷായിട്ട് പോവല്ലേ, അതിനിടയിൽ ആവശ്യമില്ലാത്ത ചോദ്യം ഉത്തരവ് ഒന്നും വേണ്ട. അമ്മ അവളെ വിളിച്ചേ. ദേവികേ, ദേ അമ്മ വിളിക്കുന്നു. നീ വിളിക്കണ്ട, അവളിവിടെ ഇല്ല. അവളിവിടെ ഇല്ലേ? എവിടെ അവള്? മീറ്റിംഗാന്ന് പറഞ്ഞ് നേരം വെളുത്തപ്പോഴങ്ങ് ഇറങ്ങിയോ? ദേവിക അവളുടെ വീട്ടിലേക്ക് പോയിരിക്കുക. കോളേജിലെ ഫംഗ്ഷൻ നടക്കാതെ ശാരിക ആകെ വിഷമിച്ചിരിക്കുകയാണല്ലോ. ശാരിക ഒന്ന് ആശ്വസിപ്പിക്കാൻ പോയതാ. എന്നിട്ട് അമ്മ അതങ്ങ് സമ്മതിച്ചോ? കെട്ടിച്ചു വിട്ട പെണ്ണെന്തിനാ ഓടി ഓടി അവളുടെ വീട്ടിൽ പോന്നെ? അപ്പൊ നീ എന്തിനാ ചാടിത്തുള്ളി ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് നിൽക്കുന്നേ? ഓ, അപ്പൊ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നതാണല്ലേ അമ്മയുടെ പ്രശ്നം? ഓ എന്റെ രജനി, നീ ഇങ്ങനെ തുടങ്ങല്ലേ. ഇപ്പൊ ദേവിക ചെയ്തത് ഒരു മര്യാദയാ. ശാരിക ആകെ വല്ലാത്തൊരവസ്ഥയിലാണെന്ന് അറിഞ്ഞിട്ടാ ദേവിക പോയത്. എന്ത് വല്ലാത്ത അവസ്ഥ? അവള് തോന്നിവാസത്തിലാ നടക്കുന്നേ. എന്താ ഒരു തർക്കം? നന്ദന് സുഖമില്ലാതിരിക്കണം അറിഞ്ഞൂടെ? ഞാനും അത് തന്നെ ചോദിക്കുന്നേ. നന്ദന് സുഖമില്ലാന്ന് നിങ്ങക്ക് അറിഞ്ഞൂടെ? എന്നിട്ടാണോ ദേവിക അവളുടെ വീട്ടിൽ പോവാൻ അനുവദിച്ചേ? ദേവിക പോകേണ്ട കാര്യത്തിനാ പോയത്. നീ വെറുതെ എല്ലാത്തിനും കുറ്റം കണ്ടുപിടിക്കല്ലേ. ഓ കൊള്ളാം. ഇപ്പൊ ഞാനാണോ അവളാണോ നിങ്ങളുടെ സ്വന്തം മോള്? ഞാൻ അവളുടെ കുറ്റം പറയുന്നത് നിങ്ങൾക്കിപ്പോ പിടിക്കുന്നില്ലല്ലേ? നന്ദനോട് കുറച്ചെങ്കിലും അനുകമ്പം ഉണ്ടായിരുന്നെങ്കിലേ അവനെ ഇവിടെ ഒറ്റയ്ക്കാക്കിട്ട് അവള് പോവോ? അതിന് നന്ദൻ ഇവിടെ ഒറ്റയ്ക്കല്ലല്ലോ, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ആരൊക്കെ ഉണ്ടെങ്കിലും ഭാര്യയ്ക്ക് ഭാര്യ തന്നെ വേണം. അവള് വരട്ടെ, ഞാൻ ചോദിക്കുന്നുണ്ട്. ഇങ്ങനൊരു പെണ്ണും ഇവളെ കൊണ്ട് തോറ്റു. അതൊന്നും മൈൻഡ് ചെയ്യണ്ട. അവളിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് പാർട്ടി മീറ്റിംഗ് ഉണ്ട്, ഞാൻ ഇറങ്ങാം. ശാരി, ഇപ്പൊ നിന്റെ പിണക്കൊക്കെ മാറിയല്ലോ. ഇനി ഞങ്ങളെ മെക്കിട്ട് കയറരുത്. എന്താ ആന്റി, ഈ ചേച്ചി അനിയത്തിയും തമ്മിലുള്ള കുസൃതികളൊക്കെ എങ്ങനെയാ പിണക്കാവുന്നത്? അതെ, ഇത് ഞങ്ങള് ചേച്ചി അനിയത്തിയും തമ്മിലുള്ള കുട്ടിക്കളിയാ. എന്നാലും എന്റെ ചേച്ചി, ഈ കളി ഒരല്പം കൈവിട്ട കളിയായി പോയി. ആ പോട്ടെ, ക്ഷമിച്ചിരിക്കുന്നു. സോറി ഡി. എന്താ ചേച്ചി, ഇനി സോറിയൊന്നും വേണ്ട. എന്നാലും കിട്ടുന്ന സോറി എങ്ങനെ വെറുതെ കളയണ്ട. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഇതൊക്കെ കിട്ടൂ. എന്തായാലും ഒരു MLA അല്ലേ, MLAയുടെ സോറിക്ക് ഭയങ്കര വിലയാ. എന്തായാലും പ്രിൻസിപ്പലിനോട് നേരിട്ട് എന്ന് സംസാരിച്ചത് നല്ല കാര്യമായി. ഞാൻ പോവാത്തതിന് പകരമായിട്ട് അടുത്തൊരു ഫംഗ്ഷന് മിനിസ്റ്ററേയും കൂട്ടി പോവാന്ന് പറഞ്ഞു. പ്രിൻസിപ്പൽ ഡബിൾ ഹാപ്പി. അടുത്ത പ്രാവശ്യം നന്ദേട്ടന് പനിയൊന്നും വരാതെ സൂക്ഷിച്ചോളണേ.